എടി ജഗദമ്മേ, നീ ഇത്രയും സമയമായിട്ട് എന്താടി തൊഴിലുറപ്പിന് വരാൻ താമസിക്കുന്നേ? അത് കൊള്ളാം, ഞാൻ വന്നാലേ തൊഴിലുറപ്പ് നടക്കത്തുള്ളൂ. ഇത് എന്തോ ആർക്കടി ഇത്ര ധൃതി അങ്ങോട്ട്? എടി മാറ്ററിന് ഇവിടെ കാത്തിരിക്കുവാണെന്ന്. അല്ലേലും അവക്കുള്ള സുഖമാണ്. അവൾക്ക് എവിടെയെങ്കിലും പോകുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി താമസിച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര അസുഖമാണ്. ഞാൻ ഇച്ചിരി താമസിച്ചേ വരുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പണി അങ്ങോട്ട് തുടങ്ങ്. 4ാമത്തെ തെങ്ങും ചോട്ടിൽ തൂമ്പ വീഴുന്നതിന് മുമ്പ് ഈ ജഗദമ്മ അവിടെ എത്തിയിരിക്കും. ശംഭോ മഹാദേവ. അതുകൊണ്ട് നീ പോ മോളെ വിലാസിനി, പോയി പണിയെടുക്ക. അയ്യോ, ഇവൾ ആര്? ജഗദമ്മയോ ജഗന്നാഥനോ? പടി. കണ്ടോ കണ്ടോ, 10-35 വയസ്സ് പ്രായമുള്ള ഒരു കല്യാണം ഉറച്ച ചെറുക്കനെ കിടന്ന പായ പോലും മടക്കി വെച്ചിട്ടുണ്ട്. നോക്ക്, അവന് എവിടെ പോയി കിടക്കുവാടാ. എടാ അംജിത്തേ, ചെറുക്കനൊരു പേരിട്ടിട്ട് പകുതി ഞാനങ്ങ് വിഴുങ്ങുവാങ്ങ്. അംജിത്തേ, ജിത്തയല്ല, സൗദി അറേബ്യ. രാവിലെ നീ ആടി അവനെ നേരെ വെളുത്തപ്പോ പോയതാണോടാ നീയാ? നേരെ പെടുത്തപ്പോ പോവാൻ ഞാനെന്ത് ഇരുട്ടായിരുന്നു. എനിക്കിതിൽ പങ്കില്ല പറഞ്ഞതാണ്. ചിരിക്കത്തില്ല മോനെ, ചിരിക്കത്തില്ല. ഇത്ര നേരം എവിടെ ആയിരുന്നടാ നീ? ഞാൻ അപ്പുറത്തെ വേണുവിന്റെ വീട്ടിൽ പോയായിരുന്നു. ഓണം കൊണ്ടോ? വേണു എത്ര ഇവിടെ വരുന്നു? വേണു എത്ര ഇവിടെ വരുന്നു? ചെവിക്കകത്ത വീട് വരുന്നത്. വേണു എത്ര ഈ വീട്ടിൽ വരുന്നു? നീ എന്തോ നാണമില്ലാതെ എപ്പോഴും ആ ചെറുക്കന്റെ വീട്ടിൽ പോവാ. ഞാൻ അവരുടെ വീടിനകത്തൊന്നും ചെന്ന് കയറത്തില്ല. അവരുടെ വീട്ടിൽ പുതിയ ഗേറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഓ, ഗേറ്റ് കാണാൻ പോയതാണോ? ഇല്ല, ഞാൻ ഗേറ്റ് പോയി ഞാൻ ചാമ്പേ പോയി ഇടിക്കും. വേണു പറഞ്ഞ തെള്ളു ഞാൻ മതിലെ വന്നിരിക്കും. വേണു തെള്ളും ചാമ്പേ പോയി ഇടിക്കും. അമ്മേ, വേണുവിന്റെ ഏണ് പോയമ്മേ. വീണു 10-35 വയസ്സ്. ഇതിന്റെ കല്യാണം കുറച്ച് ചേർക്കാന്നുള്ള നീ നാണമില്ലല്ലോ ഇങ്ങനെ കുഞ്ഞു കളിച്ചോണ്ട് നിനക്ക് നടക്കാനായിട്ട്. എന്റെ അമ്മച്ചി എത്ര കാലം ജീവിച്ചിരിക്കുന്നു, എനിക്ക് എത്രയോ പ്രായമുണ്ടോ അന്ന് വരെ ഞാൻ കുഞ്ഞായിരിക്കും. ഞാൻ കളിച്ചോട്ടേ ഇരിക്കും. നാണമില്ലാത്തവന്. ഇതാര് കിടന്നതാ? ഞാൻ കിടന്നതാ. ആരാ ഇത് മടക്കി വെക്കേണ്ടുന്നത്? അമ്മ. ഞാൻ മടക്ക. എടാ, ഞാൻ തൊഴിലുറപ്പിന് പോകുമ്പോഴേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നീ അങ്ങോട്ടൊന്ന് വന്നേക്കണം കേട്ടോ. ഞാൻ വരാം. അയ്യോ, നാണോ ഇല്ലയോ? അയ്യോ, ഷർട്ടൊക്കെ ഇട്ടുണ്ട്, പാനൊക്കെ നാണോ ഇല്ലയോ? നിന്റെ ഷർട്ടല്ലേ ഞാൻ ഇട്ടേക്കുന്നത്? എന്റെ കെട്ടിയവന്റെ ഷർട്ടാ ഞാൻ ഇട്ടേക്കുന്നത്. അച്ഛൻ പിന്നെ ഈ ഷർട്ട് ഇടുന്നത് ഈടായിരിക്കുന്നത് ഒരുപോലെ തന്നെയാണ്. അതെന്താ? സാധാരണ നമ്മൾ ഷർട്ട് ഇടുന്നത് എന്തിനാ? ശരീരം മറയ്ക്കാൻ. എന്റെ അച്ഛൻ ഷർട്ട് കയറ്റിട്ട് ഇവിടുത്തെ 2 ബട്ടൺസ് മാത്രം ഇട്ടിട്ട് കൈയും ചുരുട്ടി വെച്ച് ഇങ്ങോട്ട് കീറിയ സീറ്റ് പോലെ നെഞ്ചാൻ കൂടും കാണിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത്. എന്തോ നാണം കേടാന്നറിയോ? ആ നാണക്കേട് കൊണ്ടാണോ നീ അങ്ങനെ ബൈക്കിൽ കയറ്റാത്തത്? ബൈക്കിൽ കയറ്റുന്ന നാണം കേടും കൊണ്ടൊന്നുമല്ല. പത്തനംതിട്ട നമ്മുടെ വീട്ടിൽ വരാൻ എത്ര സമയം എടുക്കും? 10 മിനിറ്റ്. 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. എന്റെ അച്ഛന് ബൈക്കിന്റെ പുറകെ വെച്ചിട്ട് 12 ഇവിടെ വരണമെങ്കിൽ 6 മണിക്കൂർ എടുക്കും. അച്ഛന്റെ ഷർട്ടിനകത്ത് കാറ്റ് പിടിച്ചിട്ട് പുറമോട്ട് വലിക്കുക. എന്നോട് പറയാൻ എന്നോട് ചോദിച്ചെന്നറിയോ? സ്കൂട്ടറിന്റെ പറയാ പാരഷൂട്ടും വെച്ച് കെട്ടിക്കൊണ്ട് പോകാൻ നാണമില്ല ഇവിടെ. എന്നോട് സംസാരിച്ചോണ്ടിരിക്കാൻ നേരമില്ല. തൊഴിലുറപ്പിന് ചെന്നില്ല നിന്റെ അപ്പച്ചിക്കാരി എന്നെ കൊല്ലും. അപ്പച്ചി പണിക്ക് വരുന്നുണ്ടോ? വരും. വീണ്ടും വന്നോ? ഞാൻ തമ്മി കണ്ടു കഴിഞ്ഞാൽ വഴക്കല്ലയോ? സൂര്യന്റെ ചനലം നോക്കി ജോലി ചെയ്യുന്ന ഒരു പെണ്ണും പുള്ള. അതെന്താ? തണൽ നോക്കിയാണോ ജോലി ചെയ്യുന്നത്? ഹലോ, ആരാടാ അത്? ആരാ വിളിക്കുന്ന? ആരാ അത്? അയ്യോ, ഇറങ്ങിന്നോ? എത്തുന്നു. ഞാൻ പെണ്ണ് കണ്ട പെണ്ണിന്റെ അച്ഛൻ വരുന്നുണ്ടോ ഇങ്ങോട്ട്? ഓ, ഞാൻ കുളിച്ചുമില്ല, നനച്ചുമില്ല, എന്താ ചെയ്യുന്നത്? പുളി അങ്ങ് കഴിഞ്ഞങ്ങ്. പെണ്ണിന്റെ അച്ഛനാന്ന് പെൺകിനാന്നാ വരുന്നത്. വന്നാട്ടെ മുഖത്തെ ആദ്യത്തം കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ലല്ലേ? അല്ല, അതിനകത്ത് കൂടെ എങ്ങോട്ടാ നോക്കുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട്. നമ്മള് ആദ്യമായിട്ട് കാണുമല്ലേ? ഞാൻ ഷാരിയുടെ അച്ഛൻ രാജരാജശേഖര ഉദയവർമ്മ ഹരീഷ് വർമ്മ തമ്പുരാൻ. അല്ല, ബ്രോക്കർ വരുമെന്ന് പറഞ്ഞായിരുന്നു. എന്താ ഇത്ര താമസിച്ചെന്താ? അല്ല, ഞാൻ പകുതി വഴി വന്നപ്പോഴാണേ എന്റെ പേരിന്റെ കൂടെയുള്ള തമ്പുരാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി. അതെടുക്കാൻ വേണ്ടി പോയി, അതാണ് താമസിച്ചത്. അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ആ തമ്പുരാനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ പോരായിരുന്നു. എന്റെ പേരിന്റെ കൂടെയുള്ള തമ്പുരാനാ, അല്ലാതെ എമ്പുരാനല്ല. നിനക്ക് കട്ട് ചെയ്യാനാ. എങ്ങനെ വന്നത്? ഞാൻ കാറില് വന്ന്. എപ്പോ തിരിച്ചു? കാറിനകത്ത് കയറി ഇരുന്നിട്ട് തിരിച്ചു.
ഭയങ്കരമായിട്ട് ഇങ്ങനെല്ലാം തിരിച്ചു ഇങ്ങനെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, സമയം കിട്ടിയില്ല. കാരണം ഞാൻ ഈ മസ്കറ്റിൽ നിന്ന് പോന്നു കഴിഞ്ഞാലേ പിന്നെ മസ്കറ്റിൽ ആരും ഇല്ലല്ലോ. മസ്കറ്റ് അതോടുകൂടി അവസാനിച്ചു. മസ്കറ്റ് പിന്നെ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ അച്ഛൻ മസ്കറ്റ് എന്റെ കമ്പനി മസ്കറ്റിലല്ലേ. ഓ, ശരി, ശരി. ഞാനിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ കമ്പനി നോക്കി നടത്താൻ ആരുമില്ല. അതാണ് ഉദ്ദേശം. മസ്കറ്റിൽ എവിടാ? ഞാൻ സ്ഥലമല്ല, ഇവന്റെ അച്ഛൻ അതേതോ കവലല്ല. മസ്കറ്റിൽ എന്തോ ജോലി എന്തായിരുന്നു? സത്യം പറഞ്ഞാല് ഞാൻ ഇപ്പോൾ അവിടെ ഒരു കമ്പനിയുടെ MD ആണ്. ഈ കമ്പനി എന്ന് പറഞ്ഞാല് വലിയ വലിയ പ്രോഡക്റ്റുകളില്ലേ, ആ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ്. അങ്ങനെ ഒരു പ്രൊമോഷൻ കമ്പനിയാണ് എൻ്റെ മോളെ കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പ്രൊമോഷൻ കമ്പനിയുടെ ഉടമ നീയാണ്. പ്രൊമോഷൻ കമ്പനി ആണോ അതോ പൊറോട്ട അടിക്കുന്ന കമ്പനിയാണോ? മുട്ട കൊടുക്കുമ്പോ എന്നെ കൂട്ടി അടിക്കത്തിയാള്. അല്ല, ഞങ്ങള് പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഒടപ്പുറന്നോന്റെ ആരും കണ്ടില്ല. ഒടപ്പുറന്നോത്തിയുടെ വീട്ടുകാരെ മാത്രമേ കണ്ടുള്ളായിരുന്നു. എന്റെ വീട്ടുകാരെ അതെ അതെ അതെ. ഞാൻ മനഃപൂർവ്വം വിളിക്കാഞ്ഞതാ. അവര് വന്ന് അച്ചപ്പം മുറുക്കൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല, മൊത്തം തിരിച്ചു. ശരി 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 ശരി. തന്നല്ല, എന്റെ ഈ ബന്ധുക്കളൊക്കെ ഇടുക്കിയിലാണല്ലോ. ഓ. എന്റെ അപ്പൂപ്പന്റെ കാലത്ത് അപ്പൂപ്പൻ കുടിയേറി പാർത്തതാണ് ഇടുക്കിയില്. ഇപ്പൊ പണക്കാരാണ്. അന്ന് വീട് മസ്തൊന്നും ഇല്ലാതെ കുടിയേറി പാർത്തയായിരിക്കും അല്ലയോ? അങ്ങനല്ല, അപ്പൂപ്പൻ നല്ല കുടിയായിരുന്നു. ആ കുടി ഏറി 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 എങ്ങോട്ടൊക്കെ കേറി കേറി അവസാനം ഇടുക്കി പോയി അവിടെ അങ്ങ് പാർത്തു. അപ്പൂപ്പൻ അതുപോലെ വലിയ കുടിയായിരുന്നു. അപ്പൂപ്പന്റെ ആ കുടി, അപ്പൂപ്പൻ നേരം വെളുത്ത് കിടക്കപ്പായെന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് ഇരിക്കും. കുടി 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 അങ്ങനത്തെ ഒരു കുടിയനായിരുന്നു അപ്പൂപ്പൻ. അതാണ് ചോദിക്കുന്നുണ്ടെന്നും തോന്നരുത്. ഈ കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്താ പറയാ ആയത്? ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി, ഏകദേശം ഓൾമോസ്റ്റ് ഓക്കെ. സ്വർണ്ണം എവിടുന്ന എടുക്കുന്നേ? എന്റെ അറിവിൽ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കും. അമ്മയ്ക്ക് വേണം, അമ്മയ്ക്ക് വേണം. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചത്. അല്ല, ഞാൻ ഈ കൊച്ചിനിടാനുള്ള സ്വർണ്ണമൊക്കെ ഏത് കടയിൽ അങ്ങനെ തെളിച്ച് പറയണ്ട പെങ്ങളെ. ഞാന് ഈ സാധാരണ ഈ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് പോലും ഞാൻ എടുക്കാറില്ല. കാരണം വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം തന്നല്ല, ഞാനൊരു MD അല്ലേ, ഒരു കമ്പനിയുടെ MD അല്ലേ. അതുകൊണ്ട് ഇവിടെ നിർത്ത നാണക്കേടല്ലേ. ഞാൻ സ്വർണം മൊത്തം ഇമ്പോർട്ട് ചെയ്യും. ഇമ്പ്രൂക്കൂട്ടനോ? ഇമ്പോർട്ട് ചെയ്യും. അതെനിക്ക് മനസ്സിലായത്. ഇമ്പ്രൂക്കൂട്ടൻ എന്ന് പറഞ്ഞാൽ അല്ലേ, വിദേശ രാജ്യത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്യുവാന്ന് അങ്ങനെ ആ സാധനമാണ് ഞാൻ ചെയ്യുന്നത്. ഇമ്പ്രോട്ട്, ഈ കോട്ട് ഇമ്പ്രോട്ടാണോ? ഭയങ്കര രസീകരാണല്ലേ ഇവൻ. അയ്യോ, ഭയങ്കരമായിട്ട് തമാശ പറയും. രണ്ട് തമാശ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. വേണ്ട 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 വേണ്ട, എനിക്ക് കമർത്തി കൂടുതൽ ചിരിക്കാൻ പറ്റത്തില്ല, ചുമയ്ക്കും. പിന്നെ ഓടപ്പുറം തന്നെ ഞങ്ങൾ ഈ കൊച്ചിന് കല്യാണ സാരി ഞങ്ങൾ അങ്ങ് എടുക്കാനോ അതോടെ ആടാ വരുന്നു. വേണ്ട വേണ്ട, നിങ്ങൾ എടുക്കാനോ? അയ്യോ, ഇവിടത്തെ ഒന്നും വിശ്വസിക്കരുതെന്നേ. ഞാൻ പട്ടുനൂല് നേരിട്ട് വരുത്തുക. മുഴുവന്റെ കയ്യിൽ നിന്നോ? കാഞ്ചീപുരത്ത് ഞാൻ പറഞ്ഞു പണിപ്പിക്കുകയാണ് പട്ട് സാരി. അവിടെ പോണം. സാരി പണിന്ന് കണ്ടിട്ടുണ്ടോ? നേരം കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല. അവിടെ ചെന്ന് നോക്കണേ, ഈ സാരി പണിയുമ്പോഴേ ഇവരിവിടുന്ന് നൂല് ഇങ്ങോട്ടിട്ട് തറയിൽ ഇങ്ങോട്ട് ഇടുമ്പോൾ ഇവിടുന്ന് രണ്ടടി ഇങ്ങനെയാണ് കാഞ്ചീപുരം പണിയുന്നത്. കാഞ്ചീപുരം പണി തന്നത് കഞ്ചാവടിച്ചിട്ട് കാണിക്കുന്നതാണ്. കാഞ്ചീപുരം ഇങ്ങനെയാണ് അച്ഛനപ്പം എന്നെ ഇഷ്ടപ്പെട്ടോ അച്ഛാ? പിന്നെ എന്റെ ദൈവമേ, സത്യം പറഞ്ഞല്ലേ, ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ എന്റെ മോളെ പറഞ്ഞു വിടാൻ എങ്ങനെ, പക്ഷെ ഞാൻ അങ്ങനെ നോക്കത്തില്ല. എന്റെ അച്ഛന് ഭയങ്കര കാശൊക്കെ ഉള്ള ആളല്ലേ. കാശൊക്കെ ഉള്ള കാര്യം അച്ഛൻ, എന്റെ അച്ഛൻ എല്ലാ കാര്യം നോക്കുക, കല്യാണത്തിന്റെ എല്ലാ കാര്യം നോക്കുക. എന്റെ തലയിലോട്ട് വെച്ചതാടാ. അല്ല, അച്ഛൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതാണ് മോൻ അമ്മ ഇങ്ങനെ പ്രസ് ചെയ്തോണ്ടിരിക്കുന്നത്. പറയുമ്പേ എന്നും പറഞ്ഞു. നീ തന്നെ പറയണ എന്താണ് അച്ഛന്റെ പ്രത്യേകത? എന്ത് വായു അത് വിട്ടുകളഞ്ഞേക്കാം. ഓക്കെ, നമ്മുടെ ബന്ധം വല്ലാണ്ടായി. എന്തോ പറഞ്ഞ് കേറ്റുവാ. വെറുതെ ഇരുന്ന് വീടിന്റെ മൂലം ഇരുന്ന് ഓക്സിജൻ വലിച്ച് അകത്തോട്ട് കയറ്റും, കാർബൺ ഡൈ ഓക്സൈഡ്. ചെടികൾക്കൊക്കെ ഒരു സഹായം. അച്ഛന്റെ ഒരു വാസൂട്ടി തന്നെയല്ലോ, ഗ്യാസ് ഊറ്റി തന്നെയല്ലോ. ഓക്കെ, എന്തായാലും അത് കളഞ്ഞു കുളിച്ചില്ല. അപ്പോ ഇവിടെ വേറെ ആരും ഇല്ലേ ഇവിടെ? വേറെ എന്ന് പറയുമ്പോ ഉടപ്പുറം തന്നെ കാണുമെന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് എന്റെ അമ്മാവൻ. ആണോ? എവിടെ? തൊഴുത്തിലുണ്ട് കേശവമ്മാവൻ. തൊഴുത്തിലാന്നേ കേശവമാമല്ല, പശുമമ്മ. കേശവമ്മാവൻ തൊഴുത്തിൽ. ഓ, നിൽക്കുന്നേ, ഫോണടിക്കുന്നേ മോളാണേ. അമ്മളെ ആടാട് വന്ന് ഇല്ല, കുഴപ്പമില്ല. എനിക്ക് നിനക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ലേ. എന്താ എങ്ങനെ ഉണ്ട്? അമ്മയുണ്ട്, അവനുണ്ട്. കുട്ടപ്പായുടെ കൊടുക്കാനോ? ആരാ കുട്ടപ്പായി? ആരാ? അല്ല, ഇവിടെ അങ്ങനെ ഒരാളില്ല. ഇത് മോളെ വീട് മാറി. എന്നെ അവള് വിളിക്കുന്ന കുട്ടപ്പായി എന്നാണ്. കുട്ടപ്പായി എന്നാ വിളിക്കുന്നത്, എന്നെ വിളിക്കുന്നത്. എന്തുവേലും പറഞ്ഞു ഒലിപ്പിക്കും ഉടനെ കുട്ടപ്പായി.
പശുവിനെ കാണാം ബാ. ആന്റി ആ ഡാഡി വന്നു ഇവിടെ അയച്ചോ ആ ഡാഡി ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇതൊക്കെയാണ് പണങ്ങി കഴിഞ്ഞോ ആ തരും അങ്ങനെ ഡാഡി മസ്കറ്റിലെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ എന്താ പറയണ്ടേ ഡാഡിയോട് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ നമ്മുടെ പിന്നെ ഇതില്ലേ നമ്മളിവിടെ അന്തരം പറഞ്ഞില്ലായിരുന്നു അതുപോലൊന്നും അല്ല ഡാഡി വേറെ രീതിയില്ല എന്തോടോ എന്തോ പറയുന്നേ എന്തിനാ പറയുന്നത് എന്നത് പൊന്നെ ചക്കര പൊന്നെ കരയുന്നതിനാണ് വേദനയുണ്ടോ ഓടപ്പുറന്നോനെ? വേദന ഉണ്ടെന്ന് വെച്ചാല് മസ്കറ്റിന് എനിക്ക് ഇങ്ങനെ പറ്റിയിട്ടില്ല. മസ്കറ്റിൽ ഒട്ടകം, ഇത് പശു അമ്മണി. അമ്മണിക്ക് പരിചയം ഇല്ലാത്തോണ്ടാ തൊഴി കിട്ടിയത്. പറയാൻ വയ്യായിരുന്നു മോന്റെ അമ്മായിയപ്പനാന്ന്. പശുവിനോട് ഞാൻ എങ്ങനെ പറഞ്ഞ അതിന് മനസ്സിലാവുമോ? അമ്മണി അമ്മണി എന്ന് വിളിക്കുന്ന പശുവിന് മനസ്സിലാവും. ശരിയാന്നല്ലോ. പൂച്ചയുണ്ടോ? പൂച്ചയുണ്ടോ? ചെറുക്കൻ അപ്പൊ ഭൂമി തുറന്നു പോ. ആണ്ടോളാ കിടന്ന് മണ്ണു തിന്നു. അവനങ്ങനെ സാഷ്ടാംഗം ചിലപ്പോ വാട്ട് ചാർജ് തീർന്നു. ഇപ്പോഴേ മുന്തിരിങ്ങ വരെ നക്കി തിന്നല്ലോടാ. അയ്യോ ഞാൻ എന്റെ കുഞ്ഞായോണ്ട് പറയല്ല കേട്ടോ. ആൾക്കാരോട് പെരുമാറാൻ ഇതുപോലൊരു കുഞ്ഞ് ഇങ്ങനൊരു പഞ്ചായത്തിനെ കാണത്തില്ല. എന്റെ മോൾക്ക് ഇവന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം ഒന്ന് പകച്ചു. ഞാനും പിന്നെ എന്റെ സങ്കല്പത്തിലെ അതേ പയ്യനാടാ നീ. പക്ഷെ അവന് ഇത്രയും വയറില്ല. ഇപ്പൊ ഓക്കെ പെരുമാറാൻ ഇതുപോലെ ആൾക്കാരോട് പെരുമാറാൻ ബഹുമാനം കൊടുത്തവൻ ബഹുമാനം അങ്ങ് മേടിക്കുക. ഞാൻ തന്നെ ഇവനെ ചിലപ്പോ അയ്യോ എനിക്ക് വയ്യ അങ്ങ് സ്വന്തം അഭിമാനമേ ഞാൻ അമ്മയാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അപ്പൊ ഞാൻ വളച്ചുകെട്ടില്ലാതെ ചോദിക്കുകയാണ്, ഈ ചക്കരക്കൂട്ടനെ എനിക്ക് തരുന്നതിൽ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ നിങ്ങൾക്ക്? ഓരോ ഡിമാൻഡും ഇല്ല, ഇവനെ അങ്ങ് എടുത്തോ എന്റെ പൊന്നുമാനം. ഇല്ലല്ലേ? പക്ഷെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്തുവാ? കല്യാണം കഴിഞ്ഞാൽ ഇവൻ എന്റെ വീട്ടിൽ താമസിക്കണം. നല്ല നല്ല പരിപാടിയാണ്. അതെ, നല്ല സാധനമാണ്. അതത്ര നല്ല പരിപാടിയല്ല. നല്ല സാധനം. എന്താടാ ശാരി ഞാൻ കൊണ്ടുവരും. പപ്പ അങ്ങ് പോയി കഴിയുമ്പോൾ മമ്മി മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. നമുക്കന്ന് എന്തൊക്കെ അസുഖങ്ങളാ? ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിംഗ്, ഇടയ്ക്കിടയ്ക്ക് കറക്കം, എല്ലാം അവിടെ അസുഖങ്ങളാ. അതിനൊക്കെ ഞാൻ കൂട്ടിരിക്കട്ടെ. അതൊരു കാര്യം പറയണേ, പെണ്ണ് കാണാൻ വന്നപ്പോ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ ഡിമാൻഡിന്റെ കാര്യം ഒന്നും പറഞ്ഞു തന്നില്ലല്ലോ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എന്തുവാടാ പെണ്ണിനെ ഇഷ്ടമായെന്ന് ചോദിച്ചാന്നോ? പുള്ളി കക്ഷത്തിലടിച്ച സ്പ്രേയുടെ മണം ഇഷ്ടമായത്. ഞാൻ എന്തോ പറഞ്ഞാലും നിങ്ങൾ എന്തോ കൊടുത്ത് അയച്ചാലും കുഴപ്പമില്ല, ഞാൻ ചെറുക്കനെ അങ്ങോട്ട് വിടത്തില്ല. കാരണം എന്താടാ നിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഒറ്റക്കുള്ളപ്പോ നീ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകും. ഞങ്ങൾക്ക് പ്രായമായി വരുവാണോ? രാത്രി എന്തെങ്കിലും അസുഖം വന്നാൽ എന്തോ ചെയ്യും. എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഓടി വരാൻ നിന്റെ പേര് ആംബുലൻസ് തന്നു. കഴിഞ്ഞ മാസം എവിടുന്നോ ഒരു പെണ്ണിനെ ഇവൻ വിളിച്ചോണ്ട് വന്ന് ഞാൻ നടവാതിക്ക് ഒരു വിളക്ക് കൊടുത്ത് വിട്ടപ്പം അവൾ അകത്തോട്ട് കയറി മിണ്ടരുത്. അവൾ അകത്തോട്ട് കയറി ഇവന്റെ തനിക്കോണം കണ്ട് അപ്പോഴേ പോയി. ആ വിളക്കാണ് ഇവള് വിലാസിനിയുടെ വീട്ടിൽ നിന്ന് അടിച്ചോണ്ട് വന്ന വിളക്ക്. അതിനകത്ത് വിലാസിനി എം എന്നുള്ള പേരും കണ്ട് കടയിൽ കൊണ്ട് വിൽക്കാൻ നേരം ഇവനെ പോലീസും പിടിച്ച് എന്തുമാത്രം കേസും പോലും ആയതെന്ന് അറിയാമോ? ഇവനെ ആരും പെണ്ണ് കൊടുക്കത്തില്ല. ഉണ്ടാക്കുക കൈ കുട്ടിക്കരുത് കേട്ടോ. നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് നീ എന്തിനാണ് ഞാനല്ല, ഞാനായിരുന്നു. ആകെപ്പാടെ 3 പേരെ ഉള്ളായിരുന്നു. അടിച്ചത് അമ്മയാ. ഞാനേ ഡാഡിയേ നാടകം എപ്പോ തുടങ്ങും? അല്ല ഫസ്റ്റ് വല്ല് കേട്ടായിരുന്നു, ഇതുവഴി ഇങ്ങനെ കേറിപ്പോയായിരുന്നു. 3-ാമത്തേന് തുടങ്ങുമല്ലോ. അമ്മ ഡാഡിയുടെ ബോധം പോയെന്ന്. ഇങ്ങേര് നിനക്ക് പെണ്ണിനെ തരാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ. എന്ത്? ഇങ്ങനെ യാതൊരു ബോധവും ഇല്ലെന്ന്. ഡാഡി ഡാഡി കൂൾ.